നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജൂൺ മാസം 23 മുതൽ ജൂൺ മാസം 29 വരെയുള്ള ഒരാഴ്ച ഓരോ കൂറുകാർക്കും എങ്ങനെയാണ് ഫലം എന്ന് നോക്കാം. പ്രത്യേകിച്ച് ഒരു ഗ്രഹങ്ങൾ മാറുന്നില്ല, മാന്നിയും ചന്ദ്രനും ഒഴിച്ച്. ആദ്യം മേടക്കൂർ, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ആഴ്ചയുടെ തുടക്ക ദിവസം, അതായത് ഞായറാഴ്ച, ചില ആലസ്യത്തിൻ്റെ അസ്വസ്ഥതകൾ ഈ നക്ഷത്രക്കാരെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന ചില യാത്രകൾ മാറ്റിവെക്കേണ്ടി വന്നേക്കാം. ഞായറാഴ്ച എന്തെങ്കിലും ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ആ യാത്രയോ ആ ഉദ്ദേശ്യമോ ചിലപ്പോൾ ഒന്ന് മാറ്റിവെക്കേണ്ടി വന്നേക്കാം. അത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുകയില്ലെങ്കിലും അത് ചെറിയൊരു മാനസിക അസ്വാസ്ഥ്യത്തിന് സാധ്യതയുണ്ട്. അതുപോലെ പിതാവിന് നേരിയ തോതിലുള്ള ഒരു ശാരീരിക അവശത കാണുന്നു. ഒരുപക്ഷെ പിതാവിൻ്റെ അവശത സംബന്ധിച്ചോ അല്ലെങ്കിൽ അസ്വസ്ഥത സംബന്ധിച്ചോ ആവണം യാത്ര മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ മറ്റു ചില പരിപാടികൾ മാറ്റിവെക്കുകയോ ചെയ്യേണ്ടി വരിക ഈ നക്ഷത്രക്കാർ. എന്നാൽ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങൾ വളരെ നല്ലതാണ്. പ്രത്യേകിച്ചും സാമ്പത്തികമായ നേട്ടത്തിനും പ്രവർത്തനങ്ങളുടെ വിജയത്തിനും. തങ്ങൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നുവോ ആ മേഖലയിൽ വളരെ ഔത്സുക്യത്തോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി ക്രിയാത്മകമായി ബുദ്ധിപരമായി ഇടപെടാൻ സാധിക്കുകയും മനസ്സന്തോഷം ലഭിക്കുകയും ചെയ്യും. മാറ്റിവെക്കപ്പെട്ട യാത്രയും ഉദ്ദേശങ്ങളുമെല്ലാം ഈ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ വളരെ ഭംഗിയായി നടക്കുകയും ചെയ്യും. യാത്ര ഗുണകരമാകുന്നു. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ വലിയ വിജയം കാണുന്നു. തങ്ങളുടെ പ്രവർത്തനങ്ങളിലെ മികവിനെ കൂടെയുള്ളവരും സഹപ്രവർത്തകരും മേലധികാരികളും പുകഴ്ത്തുകയും അത് ഭാവിയിൽ ഈ കർമ്മമേഖലയിൽ അവർക്ക് കൂടുതൽ ശോഭനീയമായൊരു അവസരം നൽകുകയും ചെയ്യുന്നു. സാമ്പത്തികമായി പ്രത്യേക വരുമാനം കിട്ടുന്ന ദിവസമാണ് ബുധൻ, വ്യാഴം ദിവസങ്ങൾ. ഈ ദിവസം ഇവർക്ക് സാമ്പത്തിക വരുമാനം മാത്രമല്ല, മനസ്സന്തോഷത്തിന് കാരണമായ ചില വിജയങ്ങൾ, ഇവരുടെ മക്കളുടെയോ അല്ലെങ്കിൽ ഇവരുടെ തന്നെയോ ചില ചെറിയ വിജയങ്ങൾ, അല്ലെങ്കിൽ ഭാഗ്യാനുകൂലമായ ചില സംഭവങ്ങൾ, ലോട്ടറി അടിക്കുന്നത് ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ ഗുണകരമാവും. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ഇവരുടെ യാത്രയോ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട് ആരെയെങ്കിലും വിളിക്കുവാനോ അല്ലെങ്കിൽ ആരെയെങ്കിലുമായി ബന്ധപ്പെടുവാനോ സാധിക്കാതെ വന്നിരുന്നതിനൊക്കെ ഒരു മാറ്റം സംഭവിക്കുന്നു. അതൊക്കെ ശുഭകരമാവുന്നു. വിദേശത്തുള്ള ഇവരുടെ ഏറ്റവും വലിയ ബന്ധുക്കളെ, സുഹൃത്തുക്കളെ, ആശ്രിതരെയൊക്കെ ബന്ധപ്പെടാനും അവരിൽ നിന്ന് സന്തോഷകരമായ വാർത്ത കേൾക്കാനും സാധിക്കുന്നു. അവിടെ അവരുടെ കാര്യങ്ങളിലും വളരെ പുരോഗതി ഉണ്ടാകുന്നതായിട്ട് അറിവാകുന്നു. അതുകൊണ്ട് പൊതുവെ ഗുണകരമാണ്. എന്നാൽ വെള്ളി, ശനി ദിവസങ്ങൾ ഇവർക്ക് കുറച്ച് അധിക ചിലവിൻ്റെ ദിവസമായിട്ടാണ് കാണുന്നത്. മിക്കവാറും അതൊരു ആഘോഷത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ചിലവിടുന്നതാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ കുടുംബസഹിതം ഒരു യാത്ര പോകുന്നതാകാം, അതുമല്ലെങ്കിൽ തീർത്ഥാടന യാത്ര പോകുന്നതാകാം. എന്നാൽ നേരിയ തോതിൽ മനസ്സിൻ്റെ സ്വാസ്ഥ്യം നഷ്ടപ്പെടുന്ന ചില ചെറിയ അനുഭവങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. അതുകൊണ്ട് അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി റിലേഷൻഷിപ്പിനെയൊക്കെ സൂക്ഷിക്കുക. ബന്ധങ്ങളിലായിരിക്കാം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുക. അതുപോലെ തുടക്കത്തിൽ ഞാൻ പിതാവിന് ചെറിയ അവശത പറഞ്ഞു. അതുപോലെ മേടക്കൂറുകാരിൽപ്പെട്ട നക്ഷത്രങ്ങൾക്ക് ഈ ആഴ്ചയുടെ അവസാനം മാതാവിനും ചെറിയ ചില അവശത വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആരോഗ്യപരമാണ്, അത് വലിയ ദോഷമൊന്നും ചെയ്യില്ല. മാതാവിന് മാത്രമല്ല, ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് അവരുടെ സ്ത്രീ സാന്നിധ്യങ്ങൾ, മാതാവ്, അതുപോലെ ഭാര്യ, മകൾ, സഹോദരി, അതല്ലെങ്കിൽ സ്ത്രീ സുഹൃത്തുക്കൾ, ഇവരിൽ നിന്ന് അല്ലെങ്കിൽ ഇവരാൽ എന്തെങ്കിലും വിഷമമോ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ ഇടയുണ്ട്. അത് ആഴ്ചയുടെ അവസാനത്തെ ദിവസം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പണം ചെലവിടുന്ന ഒരു അവസരം കാണുന്നുണ്ട്. ഉടനെ ലാഭം കിട്ടാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടി പണം മുടക്കുവാനോ വീട് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗുണകരമായ കാര്യത്തിന് വേണ്ടിയിട്ടോ പണം മുടക്കുന്നതിനെ പറ്റി ആലോചിക്കുന്ന ദിവസവുമാകാം. എന്തായാലും ആഴ്ചയുടെ അവസാന ദിവസം അല്പം ചിലവ് വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 24, 25, 26, 27 ദിവസങ്ങൾ നല്ലതാണ്. അടുത്തത് ഇടവക്കൂർ. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നത് പോലെ ആഴ്ചയുടെ തുടക്ക ദിവസത്തിൽ ശാരീരികമായ ചില ചെറിയ അസ്വസ്ഥതകളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും നട്ടെല്ല് സംബന്ധമായോ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായോ ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ പൊടുന്നനവേ ചിലപ്പോൾ ഇവരുടെ ചില കാര്യങ്ങൾ മാറ്റിവെക്കേണ്ടി വന്നേക്കാം. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ഇവർക്ക് കുറച്ച് പണം കൈവരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്ന് ഇവരിലേക്ക് പണം എത്താം. പ്രത്യേകിച്ചും ഈ നക്ഷത്രത്തിൽപ്പെട്ട ബിസിനസ്സുകാർക്ക് അവർ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് പണം വരും. എന്നാൽ പ്രതീക്ഷിച്ചിരുന്ന പലരും കൈയൊഴുകുകയും ചെയ്തേക്കാം. അതുകൊണ്ട് അപ്രതീക്ഷിതമായി ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടതുപോലെ സാമ്പത്തികത്തിൻ്റെ ഒരു വരവ് ഇവർക്ക് ആഴ്ചയുടെ ആദ്യത്തെ 1-2 ദിവസങ്ങൾ പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞാൽ ഇവർക്ക് ചില യാത്രകൾ മാറ്റിവെച്ചുകൊണ്ട് തങ്ങളുടെ ബിസിനസ് മേഖലയിലോ തങ്ങളുടെ പ്രവർത്തന മേഖലയിലോ കൂടുതലായി ഇടപെടേണ്ടി വരുന്ന ഒരു അവസരം കാണുന്നുണ്ട്. എന്നാൽ ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ചും ശനിയാഴ്ച വരെയും വളരെ സാമ്പത്തികമായ നേട്ടവും പ്രവർത്തനങ്ങളിലെ വിജയവും കാണുന്നു. ഒരുപക്ഷെ
തങ്ങളുടെ പുതിയ സംരംഭത്തിനോ അല്ലെങ്കിൽ ജോലി സംബന്ധമായ ആവശ്യത്തിനോ കുറച്ച് പണം ആവശ്യം വേണ്ടി വന്നേക്കാം. അത് തുടക്കത്തിൽ തന്നെ ഇവർക്ക് അപ്രതീക്ഷിതമായി കിട്ടുന്നുവെന്ന് ഞാൻ പറഞ്ഞു. ആ പണം കൊണ്ട് അവർക്ക് തങ്ങളുടെ കർമ്മ മേഖലയിൽ അല്ലെങ്കിൽ ബിസിനസ് മേഖലയിൽ കൂടുതൽ ആക്റ്റീവായി ഇടപെടാൻ സാധിക്കുന്നു. അതുകൊണ്ട് വരും ദിനങ്ങൾ അതിൻ്റേതായ തിരക്കും മനസ്സന്തോഷവും കാണുന്നുണ്ട്. അതായത് ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളി, അതുപോലെ ശനി ദിവസങ്ങൾ സാമ്പത്തികമായും വളരെ ഗുണം കാണുന്നു. പ്രവർത്തനങ്ങളിലും വലിയ വിജയം കാണുന്നുണ്ട്. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ടവരെ കാണുന്നു. ഇഷ്ടമുള്ള വ്യക്തികളുമൊത്ത് സഹവസിക്കാനുള്ള ഇടവരുന്നു. തങ്ങൾക്ക് മനസ്സന്തോഷം തരുന്ന സുഹൃത്തുക്കളോ അല്ലെങ്കിൽ പ്രണയ ജോഡികൾക്കോ ഒക്കെ വളരെ വലിയ സന്തോഷത്തിൻ്റെ അവസരമാണ് കാണുന്നത്. വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നു അല്ലെങ്കിൽ സന്തോഷകരമായ വർത്തമാനം കേൾക്കുന്നു. ആഴ്ചയുടെ അവസാനത്തെ ദിവസങ്ങൾ സാമ്പത്തികമായി നല്ല നേട്ടം കാണുന്നുണ്ട്. ഏതെങ്കിലും ഭാഗ്യ മത്സരങ്ങളിലോ അല്ലെങ്കിൽ ഭാഗ്യ നറുക്കെടുപ്പിലോ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ആഴ്ചയുടെ അവസാനം താരതമ്യേന മനസ്സന്തോഷം ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നു. പൊതുവെ ഇവർക്ക് ഈ സാമ്പത്തികമായ നേട്ടത്തിൻ്റെ ദിവസങ്ങൾ ആഴ്ചയുടെ അവസാനവും പ്രവർത്തനങ്ങളിൽ കൂടുതൽ മികവ് പുലർത്താനും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ സന്തോഷകരമായ വാർത്ത കേൾക്കാനും ജോലിയിലെ മാറ്റം കൂടുതൽ മനോഹരമായി വരുവാനും അതുപോലെ ജോലി ഇല്ലാത്തവർക്ക് കിട്ടും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശുഭപ്രതീക്ഷയുടെ അവസരം ഉണ്ടാവുകയുമൊക്കെ ചെയ്യുന്നുണ്ട് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ. പൊതുവെ ഗുണകരമെന്ന് പറയാം. ആഴ്ചയുടെ തുടക്ക ദിവസം ചില തടസ്സങ്ങൾ, ശാരീരികമായ അവശത ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കഫക്കെട്ടിൻ്റെ ശല്യമുള്ളവർ, അതുപോലെ നീർദോഷത്തിൻ്റെ ശല്യമുള്ളവർ, ക്ലൈമറ്റ് മാറി വരുന്നത് കൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ശ്വാസകോശം, അതുപോലെ തന്നെ നെറ്റിത്തടം, അതായത് സൈനസൈറ്റിസ് ഒക്കെ നെറ്റിയുടെ ഭാഗത്ത് വലിയ വേദനയും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടാക്കും. കണ്ണിന് വീക്കമുണ്ടാവുക, ഇതൊക്കെ സംഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാലും ഗുണകരമാണ് പിന്നീട് അങ്ങോട്ട് സാമ്പത്തികമായും പ്രവർത്തനപരമായും ഒക്കെ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 26, 27, 28, 29 ദിവസങ്ങൾ ഗുണകരമാണ്. അടുത്തത് മിഥുനക്കൂർ. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം, 9ാം ഭാവത്തിലെ ശനി, അതുപോലെ തന്നെ 10ാം ഭാവത്തിലെ രാഹു, 11ലെ ചൊവ്വ. ഇതിൽ 11ലെ ചൊവ്വയും 10ലെ രാഹുവും ഇവർക്ക് പ്രവർത്തന മേഖലയിൽ വലിയ ഗുണത്തെ ഉണ്ടാക്കും. ഈ ആഴ്ചയിലെ പ്രധാന സവിശേഷത നോക്കിക്കഴിയുമ്പോൾ ഇവർക്ക് തുടക്കത്തിൽ തന്നെ ചില ഗുണകരമായ അവസരങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഇവർക്ക് ഇവരുടെ ജീവിത പങ്കാളിയുമൊത്തോ അല്ലെങ്കിൽ കുടുംബവുമൊത്തോ നല്ല ചില നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്ന ഒരു ഞായറാഴ്ചയാണ് ഇവർക്ക് തുടങ്ങുന്നത് 23ാം തീയതി. ശേഷം ചെറിയ ചില അസ്വസ്ഥതകൾ ഉണ്ടാകുമെങ്കിലും പൊതുവെ ഞായറാഴ്ചയുടെ മാധുര്യം ഇവരെ ആഴ്ചയുടെ ബുധനാഴ്ച ദിവസം വരെ കൊണ്ടുപോവുകയും പിന്നീട് അങ്ങോട്ട് ബുധൻ, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമാവുകയും ചെയ്യും. ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒന്ന്, ഇവരെ സംബന്ധിച്ചിടത്തോളം ചില പുതിയ സംരംഭങ്ങൾ ആരോടെങ്കിലും ഒത്ത്, അതായത് കൂട്ടു ബിസിനസ് എന്ന നിലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് അനുകൂലമായ ചില അറിവുകൾ ഉണ്ടാവുകയും അത് ഇവരുടെ മനസ്സന്തോഷത്തിന് കാരണമാവുകയും ചെയ്യും. വിവാഹം കഴിച്ചവർക്കാണെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വളരെ വലിയ സന്തോഷമുള്ള നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. ചിലപ്പോൾ വിവാഹത്തിൻ്റെ വാർഷികം ആഘോഷിക്കപ്പെടാം. അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ചില നല്ല നിമിഷങ്ങൾ ഇവർക്ക് പങ്കുവയ്ക്കാൻ സാധിക്കും. സകുടുംബം ചില യാത്രകൾ നടത്താനൊക്കെ ഇടയുണ്ട്. പ്രണയ ജോഡികൾക്കാണെങ്കിൽ അവരുടെ പരസ്പരമുള്ള കൂടിക്കാഴ്ച വളരെ മനോഹരമാവുന്നു. അല്ലെങ്കിൽ പ്രണയം അതിൻ്റെ റിയലൈസേഷനിലേക്ക്, സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയും ഒക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവേ ആഴ്ചയുടെ തുടക്കം നല്ലതാണ്. എന്നാൽ തിങ്കൾ ദിവസം ഒന്ന് സൂക്ഷിക്കണം. ശാരീരികമായ ചെറിയൊരു അവശത കാണുന്നു. ചിലപ്പോൾ ചില തടസ്സങ്ങളോ ശ്വാസകോശ സംബന്ധമായ അസുഖമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ത്വക്ക് രോഗ സംബന്ധമായ അലർജി അസുഖമോ ഒക്കെ ഉണ്ടാകാനുള്ള ഇടയുണ്ട്. സാമ്പത്തികമായ ചില ഞെരുക്കവും തിങ്കളാഴ്ച ദിവസങ്ങളിൽ ചെറുതായിട്ട് അനുഭവപ്പെടാം. എന്നാൽ ചൊവ്വ ഉച്ചതിരിഞ്ഞതിന് ശേഷം കാര്യങ്ങൾ മാറിവരും. പൊതുവെ സാമ്പത്തിക ഗുണങ്ങൾ വളരെ ഗുണകരമായിട്ട് കാണുന്നു. പ്രവർത്തന മേഖലയിലും ഇവർക്ക് നന്നായി ശോഭിക്കാൻ സാധിക്കുന്നു. ഇതിനിടെ പിതാവിന് ചെറിയ ശാരീരികമായ അവശത, അതുകൊണ്ടുണ്ടാകുന്ന ചില യാത്രാ തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ട്. പഠന സംബന്ധമായ വിഷയങ്ങളിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ചെറിയ ആലസ്യത്തിൻ്റെ ഒരു മടിത്തട്ടിലേക്ക് വീണു പോകാനുള്ള സാധ്യത, അതായത് ഉഴപ്പാനുള്ള സാധ്യതയുണ്ട്. ഈ ബുധനാഴ്ചയ്ക്ക് ശേഷം എന്നാൽ അവരുടെ പഠന സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലത ഉണ്ടാവുകയും പ്രവർത്തിക്കുന്നവരാണെങ്കിൽ, ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർക്ക് അവരവരുടെ മേഖലകളിൽ കൂടുതൽ ഊർജ്ജസ്വലമായ ഒരു അവസ്ഥ കൈവരുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ മധ്യ ദിവസങ്ങൾ കഴിഞ്ഞ്, അതായത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം ബുധനാഴ്ച തൊട്ട് തുടങ്ങിക്കോളൂ. ബുധൻ, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങൾ ഗുണകരമാണ്. പ്രവർത്തനപരമായും സാമ്പത്തികമായിട്ടുമൊക്കെ ഗുണമാണ്. ദോഷങ്ങളൊന്നും കാണുന്നില്ല. അധിക ചെലവിൻ്റെ ദിവസങ്ങൾ വലുതായിട്ട് ഇവരെ ബാധിക്കുന്നില്ല ഈ ആഴ്ച. എന്നാൽ ശാരീരികമായ അസ്വസ്ഥതയും മറ്റു ചില വിത്തൗട്ട് എനി റീസൺ, അതായത് കാരണമില്ലാതെ മനസ്സ് പുകയുന്ന ഒരവസ്ഥയും ഉണ്ടാകാം. അത് തൊട്ടടുത്ത ദിവസങ്ങളിൽ മാറുകയും ചെയ്യും.
കാൽമുട്ട് ശ്രദ്ധിക്കണം ഇവർ. അതുപോലെ തന്നെ വാദത്തിൻ്റേതായ അസുഖമുള്ളവരും വളരെ ശ്രദ്ധിക്കണം. അലർജി അസുഖങ്ങളുള്ളവർ, പ്രത്യേകിച്ചും ത്വക്ക് രോഗ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരും ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 23 നല്ല ദിവസമാണ്. പിന്നീട് 28ഉം 29ഉം താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ ആദ്യത്തെ 4 ദിവസത്തോളം വളരെ ഗുണകരമായിട്ട് കാണുന്നു. സാമ്പത്തികമായി ആരോടെങ്കിലും ഇവർ വായ്പ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുവദിച്ച് കിട്ടുന്നതാണ് ഈ 4 ദിവസങ്ങൾക്കുള്ളിൽ എപ്പോഴെങ്കിലും. മാത്രമല്ല, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വായ്പ രേഖാമൂലം അതിൻ്റെ അപേക്ഷകൾ തയ്യാറാക്കി കൊടുത്ത് അതുവഴി അത് നേടാൻ സാധിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതിന് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവും ബുധൻ വ്യാഴാഴ്ചയ്ക്കകം. അതുപോലെ ഈ വ്യക്തികളുടെ കടബാധ്യതയിലും ചെറിയൊരു ആശ്വാസം കാണുന്നുണ്ട്. തങ്ങൾ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കാൻ, ചെറിയ തോതിലെങ്കിലും കൊടുത്തു തീർക്കാനും താൽക്കാലികമായൊരു ആശ്വാസം നേടാനും സാധിക്കും. ഉദര സംബന്ധമായ എന്തെങ്കിലും അസുഖമുണ്ടായിരുന്നെങ്കിൽ അതിന് ഒരു പരിധിവരെ ആശ്വാസം കിട്ടുന്നതാണ് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളെല്ലാം തന്നെ. അതുപോലെ മുടങ്ങിക്കിടന്നിരുന്ന ചില പഴയ പ്രോജക്റ്റുകൾ പുതിയ ചില തലങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള സാധ്യത, അതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടക്കും. കൂട്ടു ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും വളരെ ഗുണകരമായ മുന്നേറ്റം കാണുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസം മൂലം മാറി നിന്നിരുന്നവർ തിരിച്ചു വരാനുള്ള സാധ്യതയും കാണുന്നു. ബന്ധങ്ങളിലെ പിണക്കങ്ങളൊക്കെ മാറി കുറച്ചുകൂടി ഊർജ്ജസ്വലമായി ഉന്മേഷത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന വിഷയം, ഇവരെ സംബന്ധിച്ചിടത്തോളം ത്വക്ക് രോഗ സംബന്ധമായ അസുഖം ഇവർക്ക് കെമിക്കൽസിൻ്റെ ഉപയോഗം മൂലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണ് വളരെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു. കെമിക്കൽസ് മുഖത്തൊക്കെ ചമയത്തിൻ്റെ ഭാഗമായി ഈ ചമയ ഉപകരണങ്ങളിൽ അല്ലെങ്കിൽ ചമയത്തിൻ്റേതായ ഒരുപാട് കാര്യങ്ങൾ, മേക്കപ്പിൻ്റെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ കെമിക്കൽസ് വരുന്നുണ്ട്. അത്തരം കെമിക്കൽസ് വരുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ഈ നക്ഷത്രക്കാരിൽ ഈ ആഴ്ച അത്ര ഗുണം കാണുന്നില്ല. കാരണം മുഖത്തോ കണ്ണിലോ ഒക്കെ റിയാക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. യാത്ര ഗുണകരമായിട്ട് കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം, കാര്യങ്ങൾക്കൊക്കെ ഇപ്പോഴും അവർക്ക് ആദ്യം ഒരു ആശങ്കയും തടസ്സവും ഉണ്ടാകുമെങ്കിലും പിന്നീടത് വിജയത്തിലേക്ക് എത്തും. കൃത്യമായും സാമ്പത്തിക നേട്ടമാണ് ഈ ഒരാഴ്ചയും ഇവർക്ക് ഗുണമായിട്ട് കാണുന്നത്. പലരും ഈ നക്ഷത്രത്തിൽ അല്ലെങ്കിൽ ഈ കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ പലരും ലോട്ടറി എടുക്കണമെന്ന് ഞാൻ ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് മറ്റൊന്നുകൊണ്ടുമല്ല, 11ൽ സഞ്ചരിക്കുന്ന ധനകാരകൻ തീർച്ചയായിട്ടും അവർക്ക് സാമ്പത്തികമായ ഗുണത്തെ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു വർഷത്തേക്കാണ് വ്യാഴം 11ൽ സഞ്ചരിക്കുന്നത്, മെയ് മുതൽ അടുത്ത മെയ് വരെ. എടുത്തിട്ട് ഉടനെ കിട്ടിയില്ല എന്ന് കരഞ്ഞിട്ട് കഥയില്ല, എടുത്തുകൊണ്ടേയിരിക്കുക. ശനി കൂടി അഷ്ടമരാശിയിൽ നിന്ന് മാറുന്ന വേളയിൽ സ്വാഭാവികമായിട്ടും ഇവർക്ക് കൂടുതൽ ഗുണമുണ്ടാവും. അത് പലപ്പോഴും സംഭവിക്കുന്നത് അടുത്ത വർഷത്തിലാണെങ്കിൽ പോലും ഇപ്പോഴേ എടുക്കുക എന്നുള്ളതാണ്. മടുപ്പോടു കൂടിയാണെങ്കിലും എടുക്കുക, എപ്പോഴെങ്കിലും അനുഗ്രഹം ഉണ്ടാവും. മാത്രമല്ല, ശുക്രനും ബുധനുമൊക്കെ അനുകൂല സ്ഥലങ്ങളിൽ 20-25 ദിവസം കൊണ്ട് മാറി മാറി വരുന്നത് കൊണ്ട് അത് ഉഴപ്പ് വിചാരിക്കേണ്ട, തീർച്ചയായിട്ടും എടുക്കുക. മനസ്സന്തോഷത്തോടു കൂടി എടുക്കുക. മാത്രമല്ല, നിങ്ങളുടെ ഈ ഭാഗ്യത്തിന് വേണ്ടി പോകുന്നവർ ഭാഗ്യത്തിന് ശ്രമിക്കുക എന്നതാണല്ലോ കർമ്മം. അതായത് ഒരു ലോട്ടറി എടുക്കാൻ മിനിമം വേണ്ട യോഗ്യത ലോട്ടറി ടിക്കറ്റ് എടുക്കുക എന്നിടത്താണ്. അപ്പോൾ ആ എടുക്കുക എന്ന കർമ്മം ചൊവ്വ നിർവഹിക്കും. 10ലാണ് നിൽക്കുന്നത് ചൊവ്വ. അതുകൊണ്ട് സ്വാഭാവികമായും അത് ബലത്തോടു കൂടി നിൽക്കുന്നത് കൊണ്ട് ധൈര്യമായി എടുക്കുക. ചിലപ്പോൾ കുറച്ചു കാലമെങ്കിലും ശേഷം, ഉടനെ ആവണമെന്നില്ലെങ്കിലും അത് കിട്ടും എന്നുള്ള മനസ്സന്തോഷത്തോടു കൂടി പ്രതീക്ഷയോടു കൂടി എടുക്കുക. ഭഗവാൻ അതിന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മോശപ്പെട്ട അവസ്ഥയിൽ നിൽക്കുന്നവർക്ക് അങ്ങനെ ഒരു സാമ്പത്തിക വരവ് തീർച്ചയായിട്ടും ഈശ്വരാധീനം തന്നെയാണ്. അങ്ങനെ ഉണ്ടാവട്ടെ. യാത്ര ഗുണകരമായിട്ട് കാണുന്നു. ഇവരും കാൽമുട്ടുകൾ, കൈമുട്ടുകൾ, ഷോൾഡർ ഭാഗങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. അപകട സാധ്യതകൾ ഇവരുടെ കൂടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. പ്രത്യേകിച്ചും ഉയരങ്ങളിൽ നിന്ന് വീഴാനുള്ള സാധ്യത, എല്ല് പൊട്ടാനുള്ള സാധ്യത ഇതൊക്കെ ഉണ്ട്. വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കുക. ആളുകളോട് സംസാരിക്കുമ്പോഴും ഒരു മിതത്വത്തോടു കൂടി സംസാരിക്കാൻ ശ്രമിക്കുക. കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 23, 24, 25 നല്ല ദിവസങ്ങളാണ്. താരതമ്യേന നല്ല ദിവസങ്ങൾ. അടുത്തത് ചിങ്ങക്കൂറ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ തുടക്കത്തിൽ ഇവരുടെ സന്താനങ്ങൾക്ക് ചെറിയ ദോഷവും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാം. പക്ഷേ അതിനുശേഷം ഇവർക്കും തങ്ങളുടെ മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളിലും ഒരു മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മനസ്സ് കുറച്ചുകൂടി ഊർജ്ജസ്വലമാകുന്നു. നിരാശയിലാണ്ടിരുന്നവർക്ക് പ്രതീക്ഷ കൈവരുന്ന ഒരു അവസരം കാണുന്നുണ്ട് ഈ ആഴ്ചയിൽ. അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ഗുണം ഇവരെ തേടി എത്തുന്നു. ഇപ്പോൾ ഒരിക്കലും തരില്ല എന്ന് വിചാരിച്ചിരുന്നവർ ഇവരുടെ ഇപ്പോൾ സഹായത്തിന് എത്തുന്നതാണ്. അതൊരു പക്ഷേ ആശുപത്രി സംബന്ധമായ കാര്യത്തിനോ
അതുപോലെ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ ഏതെങ്കിലും വ്യാകുലതകളിൽ പങ്കെടുക്കുമ്പോൾ അതിൽ നിന്ന് രക്ഷിക്കാനും സമാശ്വസിപ്പിക്കാനുമായിട്ടൊക്കെ ഇപ്പോൾ സുഹൃത്തുക്കൾ ഇല്ലെങ്കിൽ ശത്രുക്കളായിരുന്നവർ പോലും മാറി നിന്നിരുന്നവർ പോലും വരാൻ സാധ്യതയുള്ള ഒരാഴ്ചയാണ്. അതുപോലെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടത്, ഇവർക്ക് ഉണ്ടായിരുന്ന ചില അസുഖങ്ങൾ, പ്രത്യേകിച്ചും കാൽമുട്ട് തുട ഭാഗങ്ങളിലും അടിവയറിലും ഉണ്ടായിരുന്ന അസുഖങ്ങൾക്ക് ഒരു മാറ്റമുണ്ടാകുന്നതാണ്. താൽക്കാലികമായ ആശ്വാസമാകാം. ആഴ്ചയുടെ മധ്യഭാഗത്തിന് ശേഷം, അതായത് ബുധനാഴ്ചയ്ക്ക് ശേഷം ഇവർക്ക് ഗുണം കിട്ടുന്നത് ഇവരുടെ പ്രതീക്ഷകൾക്കൊത്തുള്ള ചില സാഹചര്യങ്ങൾ ഉയർന്നു വരുന്നതിലാണ്. ചില സമാഗമങ്ങൾ, ചില കണ്ടുമുട്ടലുകൾ ഇവർക്ക് വളരെ സന്തോഷകരമാകുന്നു. പ്രത്യേകിച്ചും പരസ്പരം കാണാൻ ആഗ്രഹിച്ചിരുന്ന പ്രണയാർത്ഥികളാണെങ്കിൽ അവർക്ക് വളരെ നല്ല അനുകൂലമായ സമയം കാണുന്നു. വിവാഹത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നവർക്ക് അനുകൂലമായ ചില തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. യാത്ര ഗുണകരമായിട്ട് വരുന്നു. അതുപോലെ തന്നെ ഗുണമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളവും സാമ്പത്തികമായിട്ടുള്ളൊരു വരവ് സ്വാഭാവികമായിട്ടും ആഴ്ചയുടെ മധ്യഭാഗത്തിന് ശേഷം കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവേ പ്രതീക്ഷിച്ച കാര്യങ്ങളും പ്രവർത്തനങ്ങളിൽ ഊർജ്ജസ്വലതയും സാമ്പത്തിക നേട്ടവും ആഴ്ചയുടെ മധ്യ ദിവസം മുതൽ, ആഴ്ചയുടെ പകുതി മുതൽ കാണുന്നതാണ്. പൊതുവേ ഗുണകരം എന്ന് തന്നെ പറയാമെങ്കിലും തുടക്ക ദിവസത്തെ ചില ചെറിയ ദൗർഭാഗ്യങ്ങൾ, പ്രത്യേകിച്ചും സന്താനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില ദോഷാവസ്ഥകൾ പ്രത്യേകമായി കണക്കിലെടുക്കണം. അതുപോലെ ആഴ്ചയുടെ അവസാന ദിവസവും ഈ നക്ഷത്രക്കാർക്ക്, സന്താനങ്ങൾക്കല്ല ഈ നക്ഷത്രക്കാർക്ക്, അതായത് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗംകാർക്ക് ശാരീരികമായ അവശത കാണുന്നുണ്ട്. നട്ടെല്ല് സംബന്ധമായോ അല്ലെങ്കിൽ നീർദോഷ സംബന്ധമായോ ഉള്ള അസുഖം, ശ്വാസകോശ സംബന്ധമായുള്ള അസുഖവുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചില യാത്രകളും ചില പ്രത്യേക കർമ്മങ്ങളും ഇവർക്ക് ആ ദിവസങ്ങളിൽ തടയപ്പെടാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 24, 25, 26, 27 ദിവസങ്ങൾ ഗുണകരമാണ്. അടുത്തത് കന്നിക്കൂർ. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ അര. 9ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഇവർക്ക് വളരെ ഗുണകരമായി വരട്ടെ. 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനും ബുധനും സൂര്യനും കർമ്മരംഗത്ത് വളരെ ശോഭിക്കാനും സാധിക്കട്ടെ. ആഴ്ചയുടെ തുടക്ക ദിവസം മാതാവിൻ്റെ കുടുംബവുമൊത്തുള്ള ചില യാത്രകൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ തറവാട്ട് വീട്ടിലേക്കൊക്കെ പോയി കുറേ കാര്യങ്ങളിൽ പങ്കെടുക്കുന്നു. ഉപാസനാമൂർത്തിയുടെ, അതായത് ഈ ഭരദേവതാ സങ്കല്പം തെക്കോട്ടാണ് കൂടുതലുള്ളത്. വടക്കോട്ട് വേറൊരു തരത്തിലതുണ്ട്. അവരവരുടെ കുടുംബദേവതയെ ആചരിക്കുകയും ആ ക്ഷേത്രങ്ങളിൽ പോവുകയും സകുടുംബം പോവുകയും ഒക്കെ ചെയ്യുന്ന മനസ്സിനല്പം സമാധാനം കിട്ടുന്ന ഒരു തുടക്ക ദിവസമായിരിക്കാം ഞായറാഴ്ച. അല്ലെങ്കിൽ തത്തുല്യമായ ചില അവസരങ്ങൾ കുടുംബമൊത്ത് സഹവസിക്കാനും ഒക്കെ കാണുന്നുണ്ട്. പുതിയ വാഹനം വരാനുള്ള സാധ്യത കാണുന്നു. അല്ലെങ്കിൽ വാഹനത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ മാറ്റുന്നു. താമസിക്കുന്ന വീട്ടിലും ചില മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യത. ചിലപ്പോൾ വീട് തന്നെ മാറാം. പുതിയ വീട്ടിലേക്ക് മാറുന്നതിൻ്റെ ചില തിരക്കുകളും പ്രശ്നങ്ങളുമൊക്കെ ഞായറാഴ്ച കാണുന്നുണ്ട്. പൊതുവേ തുടക്കം തിരക്കിൻ്റേതാണ്. അത് കഴിയുമ്പോൾ അതിൻ്റേതായ ചില അസ്വസ്ഥതകൾ തിങ്കളാഴ്ച പിന്തുടരാനുള്ള സാധ്യതയുണ്ട്. ശാരീരികമായ അവശത, സന്താനങ്ങൾക്ക് ചെറിയ അസ്വസ്ഥത, ഇതൊക്കെ കാണുന്നുണ്ട്. എന്നാലും പൊതുവേ ഗുണകരം തന്നെയാണ്. ഇവർക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന അവസരം ഉണ്ട്. അതിൽ നിന്ന് താഴെ നിൽക്കുകയുള്ളൂ വ്യസനങ്ങളും ദുഃഖങ്ങളുമൊക്കെ. മാത്രമല്ല ആഴ്ചയുടെ വ്യാഴം വെള്ളി ദിവസങ്ങൾ ഇവർക്ക് സാമ്പത്തികമായിട്ട് വളരെ ഗുണവും കാണുന്നു. ഏറ്റവും വലിയ ഗുണം ഇവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചില കടങ്ങൾ ഇവർക്ക് വീടാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ മനസ്സിന് വലിയ ആശ്വാസം കിട്ടുന്നു. മാത്രമല്ല ഇവർ ഇനി ഭാവിയിലേക്ക് സാമ്പത്തികമായിട്ടുള്ള ഏതെങ്കിലും ഒരു അടിത്തറ വേണമെന്ന് ആശിച്ച് ചില സ്ഥാപനങ്ങളിലോ അതുപോലെ തന്നെ ചില ബാങ്കിങ് പ്രസ്ഥാനങ്ങളിലോ ഒക്കെ വായ്പയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വളരെ പോസിറ്റീവായിട്ടുള്ള മറുപടി കിട്ടുന്നു. വീട് വയ്ക്കാനുള്ള ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുന്നതിൻ്റെ സന്തോഷകരമായ വാർത്ത കേൾക്കുന്നു. സുഹൃത്തുക്കളുമൊത്തുള്ള ചില പുതിയ പ്രോജക്റ്റുകൾക്ക് അംഗീകാരം കിട്ടുന്നു. ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ ഗുണകരമാകുന്നു. പിണങ്ങി നിന്നിരുന്ന ദമ്പതികൾക്ക് കുറച്ചുകൂടി അനുകൂലമായ മനസ്സുണ്ടാവുന്നു. അങ്ങനെ പൊതുവേ ഗുണകരമായ അവസരം പ്രത്യേകിച്ച് വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ പ്രകടമായി കാണുന്നു. 3 ദിവസങ്ങൾ കൊണ്ട് എന്ത് സാധിക്കും എന്നൊക്കെ ചോദിച്ചേക്കാം. പക്ഷേ ഒരു സന്തോഷകരമായ വാർത്ത മതിയായിരിക്കുമല്ലോ. അതും സത്യസന്ധമായ ഇടങ്ങളിൽ നിന്ന് കിട്ടുമ്പോൾ മനസ്സിന് സന്തോഷിക്കാൻ തീർച്ചയായിട്ടും അത് വക നൽകും. മാത്രമല്ല 6ഉം 7ലും ചന്ദ്രൻ സഞ്ചരിക്കുന്ന കാലം തീർച്ചയായിട്ടും സാമ്പത്തിക നേട്ടം ഇവർക്കുണ്ടാകും. കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനും അല്ലെങ്കിൽ കുടുംബത്തിൽ വേണ്ടപ്പെട്ടവർക്ക്, ജീവിത പങ്കാളിക്കോ മറ്റു വേണ്ടപ്പെട്ടവർക്കോ ശാരീരികമായ അവശത ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായി ചില വ്യസനങ്ങൾ ഈ നക്ഷത്രക്കാർക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 26, 27, 28, 29 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് തുലാക്കൂർ. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. മോശം അവസ്ഥകൾ പിന്തുടരുന്നുണ്ടെങ്കിലും ദേവിയുടെയും അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ്റെയും മഹാദേവൻ്റെയും ഒക്കെ അനുഗ്രഹം ഇവരുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈശ്വരൻ കൂടെയുണ്ടെങ്കിൽ മറ്റെന്തു വേണം എന്ന് പാണ്ഡവർ ചോദിച്ചതുപോലെ സ്വാഭാവികമായിട്ടും ഇവർക്ക് വളരെ വലിയ ശക്തിയാണ് ഇപ്പോൾ ഉള്ളത്.
അതുപോലെ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ വളരെ കാഠിന്യത്തോടു കൂടി നിൽക്കുകയാണ്, കാഠിന്യ ബലത്തോടു കൂടി നിൽക്കുന്നു. അതുകൊണ്ട് ചൊവ്വയുടെ ബലം വളരെ പരുഷമാണെങ്കിലും അത് ഒരുപാട് അനുഗ്രഹം ഇപ്പോൾ ഇവർക്ക് നൽകും. ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാത്രം ഈ പാരുഷ്യം കുറച്ച് കൂടിപ്പോയതിൻ്റെ ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ചിലപ്പോൾ ബന്ധങ്ങളിൽ ചെറിയ അകൽച്ചയോ പ്രശ്നങ്ങളോ ഒക്കെ വരാം. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ നക്ഷത്രക്കാരാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ചില പുതിയ പ്രോജക്റ്റുകൾ കൈവരുന്നു, ചില പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. ജോലി സംബന്ധമായ കാര്യങ്ങളിൽ വളരെ ആക്റ്റീവായിട്ട് ചില കാര്യങ്ങൾ അവർക്ക് തീരുമാനിക്കാൻ സാധിക്കുന്നു. മാത്രമല്ല ഈ ചൊവ്വ 4-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ അത് കർമ്മഭാവമാണെന്ന് ഓർക്കുക. അതായത് കർക്കിടകം രാശിയിലേക്ക് ചൊവ്വ നോക്കുന്നുണ്ട്. അത് തുലാം കൂറിനെ സംബന്ധിച്ചിടത്തോളം കർമ്മത്തിൻ്റെ ഭാവമാണ്, അതായത് പ്രൊഫഷൻ, ജോലിയുടെ ഭാഗം. സ്വാഭാവികമായും ഊർജ്ജസ്വലമായി ആക്റ്റീവായിട്ട് അവരുടെ പ്രവർത്തന മേഖലയിൽ ഇവർക്ക് ഇടപെടാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ നേട്ടം ഇവരുടെ കൂടെയുണ്ട്. കാരണം 9-ൽ സഞ്ചരിക്കുന്ന ശുക്രൻ, ബുധൻ, സൂര്യൻ അത് സൂചിപ്പിക്കുന്നു. 11-ാം ഭാവത്തിൻ്റെ അധിപനാണ് 9-ൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികം ഇവർക്കുണ്ടാകുമെന്ന് നിശ്ചയിക്കാം. അത്തരം കാര്യങ്ങളിൽ മഹാദേവൻ്റെ, പരമശിവൻ്റെ അനുഗ്രഹം ഉണ്ടാകുമെന്നും കാണിക്കാം. കുബേരന് വരെ ധനം കൊടുക്കുന്ന ആളാണ് പരമശിവൻ. അപ്പോൾ സ്വാഭാവികമായും ഒരു സാധാരണ മനുഷ്യൻ അവൻ്റെ യാതനകളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കൈകളിലേക്ക് ധനം ഒഴുകിയെത്തും. അതിനെക്കുറിച്ച് ഒട്ടും അമാന്തിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തുലാക്കൂറിനുണ്ടായിരിക്കുന്ന ചില ഭാഗ്യക്കേടുകൾ, അതായത് വ്യാഴം 8-ൽ നിൽക്കുന്നതിൻ്റെ മാർക്കിട്ടും വ്യാഴത്തെ പ്രീണിപ്പിക്കാൻ ഓം നമോ നാരായണായ ജപിക്കുകയും വ്യാഴാഴ്ച ദിവസങ്ങളിലെ വ്രതശുദ്ധിയുമൊക്കെ വ്യാഴദോഷത്തെ പരിഹരിക്കുകയും ചെയ്യും. 6-ൽ നിൽക്കുന്ന കേതു കടബാധ്യതയൊക്കെ മാറ്റും, സാമ്പത്തികമായ ഗുണവും ഉണ്ടാവും. ഭിന്നിച്ചു നിന്നിരുന്നവർ ഒരുമിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഉദര സംബന്ധമായ രോഗത്തിന് സാധ്യതയുണ്ട്. അതുപോലെ ചില അലർജി അസുഖങ്ങൾ, പാമ്പ് ഉൾപ്പെടെയുള്ള ജീവികളെ ഭയക്കേണ്ട അവസ്ഥയുണ്ട്. അനവസരങ്ങളിൽ, പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും ഈ ഒരു കാലാവസ്ഥയിലൊക്കെ ഇറങ്ങുമ്പോൾ വളരെ മുൻകരുതലോടുകൂടി ഇറങ്ങുക എന്ന് പറയേണ്ടിയിരിക്കുന്നു. ബാക്കി വളരെ ദോഷങ്ങളൊന്നും വലുതായിട്ട് വരെ ഇപ്പോൾ ബാധിക്കില്ല. 5-ലെ ശനി സൂക്ഷിക്കണം. സന്താനങ്ങൾക്ക് ചെറിയ പ്രശ്നം ഉണ്ടാകാനും പഠനത്തിൽ ചെറിയ ആലസ്യം ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്നാൽ മറ്റു ഗ്രഹങ്ങളുടെ അനുഗ്രഹം അതിനെ പരിഹരിക്കുകയും ചെയ്യും. തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 23 നല്ല ദിവസമാണ്. പിന്നെ 28ഉം 29ഉം താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 6-ലാണ് ചൊവ്വ സഞ്ചരിക്കുന്നത്, 7-ൽ വ്യാഴവുമുണ്ട്. എനിക്കറിയാവുന്ന കുറേ പേർ വൃശ്ചികക്കൂറിലുണ്ട്. അവരിൽ ഏകദേശം 30 വയസ്സോളമൊക്കെ എത്തിയവരുടെ വിവാഹം നടന്നില്ല എന്ന് പറഞ്ഞ് അവരുടെ മാതാവ് വളരെ വിലപിച്ചുകൊണ്ടൊക്കെ വിളിക്കാറുണ്ട്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വ്യാഴം മെയ് മാസത്തിലാണ് 7-ാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നത്. ശുക്രൻ്റെ രാശി കൂടിയാണ്, ദാമ്പത്യകാരകനായ ശുക്രൻ്റെ രാശി കൂടിയാണ്. അതുകൊണ്ട് ഒരു ശുഭകർമ്മത്തിന് വ്യാഴം ഒരിക്കലും എതിർ നിൽക്കില്ല. അതുകൊണ്ട് 7-ൽ നിൽക്കുന്ന വ്യാഴം ശുക്രൻ്റെ രാശിയിലാണെങ്കിൽ പോലും വിവാഹ സംബന്ധമായ കാര്യങ്ങൾ നടത്തി കൊടുക്കും. കാരണം ബ്രാഹ്മണൻ അല്ലെങ്കിൽ സാത്വികനായ ഒരു ഗ്രഹമാണ് വ്യാഴം. അതുകൊണ്ട് ദുഷ്ടത്തരം കാണിക്കില്ല. 2 തുടങ്ങിയിട്ടേ ഉള്ളൂ. അടുത്ത മെയ് വരെയും ഇവിടെയാണ്, ഈ രാശിയിലാണ്. അതുകൊണ്ട് 7-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് വ്യാഴം ഗോചരാൽ അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും വിവാഹം നടക്കും. മാത്രമല്ല ചിലർക്കൊക്കെ ശുക്രൻ്റെ അപഹാരം കടന്നു വരുന്നുണ്ട്. അവർക്ക് സ്വാഭാവികമായും ശുക്രൻ്റെ അപഹാരം കൊണ്ട് തന്നെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. അത് ലഗ്നാധിപൻ കൂടിയാണെങ്കിൽ ഉറപ്പാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന പ്രേക്ഷകരിൽ അവരുണ്ടെങ്കിൽ അവരത് കൃത്യമായി മനസ്സിലാക്കണം. ഒട്ടുമേ ശങ്കിക്കപ്പെടേണ്ട, വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം വിവാഹം ഉടനെ തന്നെ നടക്കുന്നതാണ്. പരമാവധി 1 വർഷം. എന്തായാലും മറ്റ് ദോഷങ്ങളൊന്നും തന്നെ ഈ വൃശ്ചികക്കൂറുകാർ കഴിഞ്ഞ കുറേ കാലമായി ഫേസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ ഒരു മാറ്റമുണ്ട്. പക്ഷേ കണ്ടകശനി ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കണം. കൃത്യമായി ശനിദോഷം ജാതകത്തിൽ പൊതുവേ ഉള്ളവർ വളരെ ശ്രദ്ധിക്കണം. ശനി മാരകനായിട്ടാണ് ഗ്രഹനിലയിൽ നിൽക്കുന്നതെങ്കിൽ 4-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ആ ശനി ദോഷത്തെയൊക്കെ ചെയ്യും. അവിടെ നിന്നുകൊണ്ട് ശനി നോക്കുന്നത് 6-ലേക്കാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന ചൊവ്വയെയും അത് ബാധിക്കാം. അതുകൊണ്ട് തന്നെ ശനിദോഷത്തിന് കൃത്യമായ പരിഹാരങ്ങൾ ചെയ്യണം. ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താവിനും അതുപോലെ ശനീശ്വരനും കൃത്യമായ പരിഹാരങ്ങൾ ഒക്കെ ചെയ്യണം. അല്ലെങ്കിൽ അതിൻ്റേതായ തടസ്സങ്ങൾ വരും. 7-ലെ വ്യാഴം ഇതിനെയൊക്കെ പരിഹരിക്കുമെങ്കിലും ഒരു വലിവ് പുറകോട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ടുള്ള യാത്രയ്ക്ക് ചെറിയ ചെറിയ തടസ്സങ്ങളോ അതിൻ്റെ വേഗതയ്ക്കും ത്വരിതമായ അതിൻ്റെ മുന്നേറ്റത്തിനുമൊക്കെ ചെറിയ കുറവുകൾ ഉണ്ടാകാം. അതുകൊണ്ട് എപ്പോഴും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ആ ആവേഗത്തിന് അതിൻ്റേതായ ഒരു പൂർണ്ണത ഉണ്ടാവുക. അത് സ്വാഭാവികമായും ഗുണകരമായി അവശേഷിക്കും. എന്തായാലും വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ നിലയും അതുപോലെ 8-ൽ നിന്നുകൊണ്ട് ഇപ്പോൾ നിൽക്കുന്ന ശുക്രൻ ഏകദേശം ജൂലൈ 6-7 9-ാം ഭാവത്തിലേക്ക് പോകും. ഈ സമയമെല്ലാം തന്നെ വളരെ അനുകൂലമാണ്. പ്രത്യേകിച്ച് വിവാഹ സംബന്ധം, പുതിയ തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ, സാമ്പത്തികമായ നേട്ടത്തിൻ്റെ കാര്യത്തിൽ, പൊതുവെ മനസ്സമാധാനത്തിൻ്റെ കാര്യത്തിലൊക്കെ ഗുണകരമാണ്.
4-ാം ഭാവത്തിലെ കണ്ടകനെ മറന്നുകൊണ്ടല്ല ഇതൊന്നും പറയുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം. ഈ നക്ഷത്രക്കാരുടെ മാതാവ് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ മാതൃകുടുംബത്തിൽപ്പെട്ടവർ അവർക്കൊക്കെ വ്യസനങ്ങളോ പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ഉണ്ടാകാം. വാഹനം സൂക്ഷിച്ചോടിക്കണം. പുതിയ സ്ഥലങ്ങളിൽ താമസം മാറുമ്പോഴും ഒരു കരുതലുണ്ടാവണം. അതുപോലെ പുതിയതായി തുടങ്ങുന്ന പ്രോജക്റ്റുകളിലും ആ ഇടങ്ങളിലുമൊക്കെ ഒരു ശ്രദ്ധ വേണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 24, 25 നല്ല ദിവസങ്ങളാണ്. അടുത്തത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ, ബുധൻ വളരെ ഗുണത്തെ ചെയ്യും. അതുപോലെ തന്നെ അവർ സ്വന്തം ക്ഷേത്രത്തിൽ ബുധൻ നിൽക്കുന്നു. അതുപോലെ ശുക്രൻ ബന്ധുക്ഷേത്രത്തിലാണ്. ഇതെല്ലാം ഗുണമാണ്. 5-ൽ നിൽക്കുന്ന ചൊവ്വ ബലത്തോടുകൂടി നിൽക്കുന്നതിനാൽ മനസ്സിനെ അഹങ്കാരത്തിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകില്ല എന്ന് തന്നെ വിചാരിക്കണം. സന്താനങ്ങൾ ഓവറായിട്ടുള്ള ചുറുചുറുക്ക് കൊണ്ടുണ്ടാവുന്ന ചില ശാരീരിക അവശതകൾക്ക് സാധ്യതയുണ്ട്. പഠനത്തേക്കാൾ കളികളിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു അവസരവും കാണുന്നുണ്ട്. എന്തായാലും പരീക്ഷയുടെ അടുത്തൊന്നും അല്ലാത്തതിനാൽ, മാരക പരീക്ഷകളുടെ അടുത്തൊന്നും അല്ലാത്തതിനാൽ വലിയ സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ശരീരത്തെ ശ്രദ്ധിക്കണം. അതുപോലെ ഈ നക്ഷത്രക്കാരായ കുട്ടികൾ അവർ ഗെയിംസിലോ സ്പോർട്സിലോ ഒക്കെ ഇടപെടുന്നുണ്ടെങ്കിലും ശാരീരികമായ ചെറിയ അവശതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാലും അവർക്ക് പൊതുവേ അവരുടെ കർമ്മ മേഖലയിൽ, അത് കളികളിലായാലും ശരി പഠനത്തിലായാലും ശരി, ഒരുപക്ഷെ കൂടുതലായി കളികളിൽ അവർക്ക് തിളങ്ങാൻ സാധിക്കുമെന്നത് സത്യം തന്നെയാണ്. അതുപോലെ 5 മനസ്സാണ്. അപ്പോൾ ഈ ധനുക്കൂറുകാർക്ക് മനസ്സിപ്പോൾ വളരെ ആക്റ്റീവ് ആകുന്നു. ചൊവ്വ അവിടെ ബലത്തോടു കൂടി നിൽക്കുമ്പോൾ പ്രതിബന്ധങ്ങളെ നേരിടാനും അതുപോലെ തന്നെ അതുവരെ ഇല്ലാത്തൊരു മാനസിക ധൈര്യത്തോടു കൂടി തങ്ങളുടെ കർമ്മ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള ഒരു സാന്നിധ്യവും ആ മനസ്സ് അവർക്ക് സമ്മാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ശത്രുക്കളെ അവർക്ക് നിർഭയം നേരിടാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ പ്രതിബന്ധങ്ങളെ വളരെ നിസ്സാരമായി തന്നെ അതിനെ ഇല്ലാതാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ തൊഴിൽ മേഖലയിൽ അവർക്കുണ്ടായിരുന്ന ചെറിയ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും രാഹുകേതുക്കൾ സമ്മാനിക്കുന്ന പ്രശ്നങ്ങൾ, ഒരു മാറ്റമുണ്ടാകും. മാതാവിന് ശാരീരികമായ അവശത ഇപ്പോഴും പിന്തുടരുന്നുണ്ട്, പ്രത്യേകിച്ചും രാഹു 4-ൽ നിൽക്കുന്നതിനാൽ. അതുപോലെ നിൽക്കുന്ന ഇടം, അത് ഓഫീസായാലും വാഹനമായാലും താമസിക്കുന്ന സ്ഥലമായാലും ശ്രദ്ധിക്കണം. അവിടെ മാലിന്യങ്ങൾ വഴി അസുഖമുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ശരീരവും തങ്ങുന്ന, ആത്മാവ് തങ്ങുന്ന ഇടമാണ് ശരീരം. അങ്ങനെ നോക്കുമ്പോൾ ശരീരത്തിലെ മാലിന്യങ്ങൾ ആത്മാവിനെ അല്ലെങ്കിൽ മനസ്സിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. രാഹുവിനെ അങ്ങനെയൊക്കെ പ്രതീകാത്മകമായി ചിന്തിക്കണം. 10-ാം ഭാവത്തിലെ കേതുവിൻ്റെ നില കർമ്മരംഗത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാലും 5-ലെ ചൊവ്വ നിങ്ങളുടെ ഈ പ്രതിബന്ധങ്ങളെ എല്ലാം മാറ്റിക്കൊണ്ട് മുന്നേറാൻ സഹായിക്കും. 6-ൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ മോശാവസ്ഥകൾ ചിന്തിക്കേണ്ട. ശുക്രനും ബുധനും വളരെ ഗുണത്തെ ചെയ്യും. വീട്ടുകാര്യങ്ങളിലും ജീവിത പങ്കാളിയോട് ഇടപെടുന്നതിലുമൊക്കെ അല്പം സൗമനസ്യം കാണിക്കുന്നത് നന്നായിരിക്കും. കാരണം 7-ലെ സൂര്യൻ വശ്യതാബന്ധം കുറച്ച് കളയും, അത് ശ്രദ്ധിക്കണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 23, 26, 27 നല്ല ദിവസങ്ങളാണ്. അടുത്തത് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായിട്ട് നിൽക്കുന്ന ഒന്ന്. അതുപോലെ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ സ്ഥാനബലത്തോടെ നിൽക്കുന്നത് കൊണ്ട് ചിലരൊക്കെ ഇതിനെ പറയും, 4-ൽ സഞ്ചരിക്കുമ്പോൾ അതിനെ നമുക്ക് രുചകയോഗം എന്നൊക്കെ വിളിക്കാമെന്ന്. രുചകയോഗമൊക്കെ ഉണ്ടാവണമെങ്കിൽ ജനിച്ച സമയത്ത് ലഗ്നത്തിൻ്റെ കേന്ദ്രങ്ങളിൽ ഇങ്ങനെയൊക്കെ നിൽക്കണം ചൊവ്വ, അല്ലെങ്കിൽ അതനുസരിച്ച് ബാക്കി 4 ഗ്രഹങ്ങളുമൊക്കെ അതേപടി നിൽക്കണം. ജനിച്ച സമയത്തെ യോഗങ്ങളെ കണക്കാവോ, ഗോചരാൽ വരുമ്പോൾ യോഗങ്ങളെ കണക്കാക്കാൻ പാടില്ല. എന്നാലും ചന്ദ്രൻ്റെ 4-ാം ഭാവത്തിൽ ചൊവ്വ ബലത്തോടു കൂടി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് ലൗകിക കാര്യങ്ങളിൽ, നേട്ടത്തിൻ്റെ കാര്യങ്ങളിൽ വളരെ ശക്തമായ മനസ്സോടുകൂടി ഇടപെടാൻ സാധിക്കും. ഉഴപ്പ് മാറും, മനസ്സിൻ്റെ ആലസ്യം മാറും, പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആക്റ്റീവായിട്ട് ഇടപെടാൻ സാധിക്കും. സന്തോഷകരമായ വാർത്തകൾ തങ്ങളുടെ കർമ്മ മേഖലയിൽ നിന്ന് കേൾക്കാൻ സാധിക്കും. സൗഹാർദ്ദങ്ങൾ വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. വാഹനം പഠിച്ചു, വാഹനത്തിൻ്റെ, അതായത് ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. നന്നായി വാഹനം ഓടിക്കാൻ സാധിക്കും. പുതിയ വാഹനം കിട്ടുക, പുതിയ താമസ സ്ഥലത്തേക്ക് മാറുക, ഇതൊക്കെ സാധിക്കും. ഓഫീസിലായാലും അവരുടെ പ്രവർത്തന അന്തരീക്ഷങ്ങൾ വളരെ സുഖകരമായി മുന്നോട്ട് പോകും. ഓർക്കേണ്ടത് ചൊവ്വയാണ്. വ്യാഴം 5-ൽ നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും ഭാഗ്യവും ഈശ്വരാധീനവും പ്രവർത്തനങ്ങളിൽ ഗുണവും ബുദ്ധിപരമായ ഉയർച്ചയും ഒക്കെ തന്നെയാണ്. സന്താനങ്ങൾക്ക് ഗുണവും എല്ലാം കാണുന്നു. എന്നാൽ ചൊവ്വ 4-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, ലൗകിക ചിന്തകളിൽ ഇടപെടുന്ന ഒരു ഭാവം ചൊവ്വയ്ക്ക് അവിടെ ശക്തമായിട്ടുണ്ട്. വേണമെങ്കിൽ തങ്ങളുടെ ഈ ഊർജ്ജസ്വലതയെയും ഈ ഓവറായിട്ടുള്ള കഴിവിനെയും ചിലരെങ്കിലും തെറ്റിദ്ധരിച്ച് അതൊരു അഹങ്കാരത്തിൻ്റെ ലെവലിലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട്. പലരും എന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്, എന്ത് അഹങ്കാരം ഒന്നും ഇല്ലാത്തിടത്തുനിന്ന്. ഒരു നിമിഷം മതി മനുഷ്യന് അഹങ്കാരം ഉണ്ടാവാൻ. കാരണം അറിവിനേക്കാൾ അറിവില്ലായ്മയാണ് മനുഷ്യർക്ക് കൂടുതലുള്ളത്.
അതുകൊണ്ട് സ്വാഭാവികമായും ഈ ഒരു അവസ്ഥ ചൊവ്വ സമ്മാനിക്കും. അതിൻ്റെ ദുരിതഫലങ്ങൾ അനുഭവിക്കേണ്ടിയും വരും. അതുകൊണ്ട് കൃത്യമായ മനസ്സോടുകൂടി തനിക്ക് ആവശ്യമുള്ള കഴിവുകൾ കൃത്യമായ അവസ്ഥയിൽ ഉപയോഗിക്കുകയും അതിൽ നിന്ന് സന്തോഷം ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ് 4-ലെ ചൊവ്വ നമ്മെ പഠിപ്പിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓവറായി കഴിഞ്ഞാൽ ഈ ചൊവ്വയിൽ നിന്ന് തന്നെ നമുക്ക് ദോഷങ്ങളുണ്ടാവാം. ശാരീരികമായ ചൊവ്വ എന്ന് പറയുന്നത് തന്നെ മികച്ച സർജന്മാർ, മികച്ച പോലീസ് ഓഫീസർമാർ, മികച്ച പട്ടാളക്കാരൊക്കെ ചൊവ്വ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ജാതകത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അതിൻ്റെ അർത്ഥം പട്ടാളക്കാരന് കൊല്ലാനുള്ള അധികാരമുണ്ട്. അതുപോലെ സർജൻ കീറിമുറിക്കുന്നയാളാണ്. ഇവരെല്ലാം ഒരു അവയവത്തെ എടുത്തു മാറ്റുന്നുണ്ട്, അല്ലെങ്കിൽ കൊല്ലുന്നുണ്ട്, അല്ലെങ്കിൽ നശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചൊവ്വയ്ക്ക് ആ പ്രവണതയുണ്ട്. അഹങ്കാരത്തോടു കൂടിയാണ് അതിനെ നമ്മൾ സമീപിക്കുന്നതെങ്കിൽ ആ ഒരു അവസ്ഥ, ആ ഒരു നശീകരണ അവസ്ഥ ഈ നക്ഷത്രക്കാരിൽ ഈ സമയത്തുണ്ടാകാം. അതുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളിലും ഇടപെടണം. അങ്ങേയറ്റം സൗമ്യതയോടെ ഇടപെടണം. എന്നാലും 4ൻ്റെ 2ാം ഭാവമാണല്ലോ 5. അതുകൊണ്ട് വ്യാഴം അവിടെ നിൽക്കുന്നത് കൊണ്ട് ചൊവ്വയുടെ പ്രവർത്തനങ്ങളിലെ ദൈവാനുഗ്രഹത്തിൻ്റെ സിദ്ധികളാൽ തടയും. അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിയോടുകൂടി പെരുമാറാൻ അവർക്ക് സാധിക്കും. അങ്ങനെ സാധിക്കട്ടെ. 3-ൽ നിൽക്കുന്ന ചൊവ്വ ശുഷ്കാന്തിയും അതുപോലെ പ്രവർത്തനത്തിൽ കൂടുതൽ ഉറപ്പ്, അതുപോലെ ബുദ്ധിപരമായ ഇടപെടലൊക്കെ സമ്മാനിക്കും. സഹോദരങ്ങൾക്ക് ചെറിയ അവശതയോ പ്രശ്നങ്ങളോ സഹോദരങ്ങളെ ചൊല്ലിയുള്ള മാനസിക വിഷമമോ ഈ നക്ഷത്രക്കാർക്കുണ്ടാകാം. അതുപോലെ 9-ാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നതും പിതാവിനും അത്ര നല്ലതല്ല. സ്വന്തം ജനിച്ചു വന്ന കുടുംബത്തിൽ ചില അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാം. എന്നാൽ ഈ വ്യക്തികൾക്ക്, ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ ഗുണകരമാണ്. ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 24, 25, 28, 29 നല്ല ദിവസങ്ങളാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ ഉള്ള നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യത്തെ 3/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഗുണകരമാണ്. 4-ലെ വ്യാഴനെ കണ്ടകവ്യാഴൻ എന്നാണ് പറയുന്നതെങ്കിലും സാമ്പത്തികമായിട്ട് അതൊരിക്കലും ഒരു നഷ്ടമുണ്ടാക്കില്ല. മാത്രമല്ല പ്രവർത്തനങ്ങളിൽ വലിയ ദോഷവും ഉണ്ടാക്കില്ല. മാതാവ്, മാതൃകുടുംബം, ഇവിടെ ചെറിയ പ്രശ്നങ്ങളുണ്ടാകാം. 3-ൽ നിൽക്കുന്ന ചൊവ്വ വളരെ ഗുണത്തെ കൊടുക്കും. 3-ാം ഭാവം ചൊവ്വയ്ക്ക് സ്ഥാനബലത്തോടു കൂടി നിൽക്കുന്നത് കൊണ്ട് അഡീഷണലായ ബലമാണ് കൊടുക്കുന്നത്. വീരസ്യം എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ ധൈര്യം, ഇടപെടാനുള്ള ശക്തി, സഹോദര അടുത്ത ബന്ധുമിത്രാദികൾ ഇവരിൽ നിന്നുള്ള സഹായം, തിരിച്ചങ്ങോട്ട് അവരെ സഹായിക്കാനുള്ള മനസ്സിൻ്റെ വ്യഗ്രത, ഇതെല്ലാം വർദ്ധിക്കും. പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ, പെട്ടെന്നുള്ള യാത്രകൾ, അതുപോലെ തന്നെ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന മേഖലകൾ, മാർക്കറ്റിംഗ് മേഖലകൾ, ഇവിടെ നിന്നൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ഗുണത്തെ കാണുന്നു, സാമ്പത്തിക നേട്ടത്തെ കാണുന്നു. ആലസ്യം മാറുന്നു. വളരെ ഇരട്ടി ശക്തിയോടുകൂടി മനസ്സും ശരീരവും പ്രവർത്തിച്ച് സ്വന്തം പ്രൊഫഷനിൽ, സ്വന്തം കർമ്മരംഗത്തോ ഇവർക്ക് കൂടുതലായി ഷൈൻ ചെയ്യാൻ സാധിക്കുന്നു. തിളക്കമുള്ള ഒരു കർമ്മ സബരിയെ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും 3-ൽ നിന്നുകൊണ്ട് ചൊവ്വ നോക്കുന്നത് ഇവരുടെ 9-ാം ഭാവത്തിലേക്കാണ്. അപ്പോൾ സ്വാഭാവികമായും ഈശ്വരാനുഗ്രഹം ഇവരുടെ അടുത്തുണ്ട് എന്ന് മനസ്സിലാക്കണം. കൃത്യമായും പിതൃക്കളുടെ അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് വളരെ ഗുണത്തെ കിട്ടുന്നു. ഗുരുത്വം ഇവരെ ഇപ്പോൾ അനുഗ്രഹത്തിൻ്റെ ഭാഷയിലായിരിക്കും ഇവരോട് ഇടപെടുക. അതുകൊണ്ട് സ്വാഭാവികമായി തങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ, തങ്ങളുടെ പ്രവർത്തന മേഖലകൾ, തങ്ങളുടെ കർമ്മരംഗങ്ങളൊക്കെ വളരെ ശോഭനീയമായി മുന്നോട്ട് പോകാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ടത് 2-ലെ രാഹുവാണ്. തൊട്ടടുത്തുള്ള വ്യക്തിയെപ്പോലും ചിലപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കേണ്ടി വരും. ആരിൽ നിന്നും ചതി പറ്റാനുള്ള സാധ്യതയുണ്ട്. തൊട്ടടുത്ത് ഛായാഗ്രഹമാണ് നിൽക്കുന്നതെന്നുള്ള മനസ്സ് വേണം. ഇല്ലാത്തതുണ്ടെന്ന് തോന്നിപ്പിക്കുകയും ഉള്ളതിനെ ഇല്ലാതെയാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ രാഹുവിനുണ്ട്. ഒപ്പം അഷ്ടമത്തിൽ കേതു നിൽക്കുന്നുണ്ട്. അതും അത്ര നല്ലതല്ല. ഇതിനെ വേണം ശ്രദ്ധിക്കാൻ. പക്ഷേ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിലാണ് കേതു എന്നുള്ളത് കൊണ്ട് അല്പം ആശ്വാസത്തിന് വകയുണ്ട്. അതുപോലെ 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ, ബുധൻ അതവർ വലിയ ഗുണത്തെ അവർക്ക് ചെയ്യും. സന്താനങ്ങളെ കൊണ്ട് മനസ്സന്തോഷം ലഭിക്കുകയും ചെയ്യും. പൊതുവേ ഗുണകരമാണ് ഇവർക്കും ഈ ആഴ്ച. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 23, 26, 27 നല്ല ദിവസങ്ങളാണ്. അടുത്തത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ 1/4 ഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും ജന്മത്തിൽ നിൽക്കുന്ന രാഹു, 7-ൽ നിൽക്കുന്ന കേതു, ഇത് തന്നെ ആദ്യം പ്രധാനമായിട്ട് നമ്മൾ പരിഗണിക്കണം. കാരണം ജന്മത്തിലെ രാഹു എപ്പോഴും ഒരു ഹിഡൻ നെഗറ്റിവിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. വ്യാഴത്തിൻ്റെ രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കാർക്കോടകൻ അല്ല എന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും സർപ്പം എപ്പോഴും സർപ്പം തന്നെയാണ്. അത് ഉള്ളിൽ നിൽക്കുമ്പോൾ ഒരു അജ്ഞാതമായ ഭീതി രോഗസംബന്ധമായ കാര്യങ്ങളിലും പൊതുവെയുള്ള പ്രവർത്തനങ്ങളിലും ഉണ്ടാകും. ആശങ്കകൾ വിട്ടുമാറാതെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആഴ്ചയുടെ തുടക്കത്തിലൊന്നും വലിയ പ്രശ്നം ഉണ്ടാകുകയില്ലെങ്കിലും ഈ ഏറ്റവും അടുത്ത ദിവസങ്ങൾ, അതായത് വ്യാഴം, വെള്ളി ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇവർ മനസ്സറിയാതെ ചില ആശങ്കകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. വാക്ക് വളരെ സൂക്ഷിച്ചുപയോഗിക്കണം. സാമ്പത്തികമായ കാര്യത്തിൽ ഇവർക്ക് വലിയ ദോഷമൊന്നും ഇപ്പോഴും കാണുന്നില്ല. 2-ൽ ഉറച്ചു നിൽക്കുന്ന ചൊവ്വ 9-ാം ഭാവാധിപത്യം കൂടി ഉള്ളതുകൊണ്ട്
ഭാഗ്യം സമ്മാനിക്കും. അപ്പോൾ ഉറച്ച ചില സമ്പത്തുണ്ടാകും, അത് കയ്യിൽ നിന്ന് വിട്ടുപോകുന്നതായിട്ട് കാണുന്നില്ല. അതുപയോഗിച്ച് നല്ലവണ്ണം പ്രവർത്തിക്കാൻ ഇവർക്കിപ്പോൾ സാധിക്കില്ല. എന്തോ ഒരു ഭയം ഇവരെ കീഴ്പ്പെടുത്തുന്നത് കൊണ്ട് ഒരു പരുങ്ങലിലാകും. അതുകൊണ്ടാണ് വ്യാഴം പോയി 3-ൽ നിൽക്കുന്നത്. വ്യാഴം 3-ൽ നിൽക്കുമ്പോൾ സാമ്പത്തിക അവസ്ഥയിൽ പരുങ്ങലുണ്ടാകുമെന്നാണ്. സാമ്പത്തികം കിട്ടില്ല എന്നല്ല, അതെടുത്ത് ചുണയോടുകൂടി ധൈര്യത്തോടുകൂടി ചെലവഴിക്കാൻ ചിലപ്പോൾ സാധിക്കില്ല മീനക്കൂറുകാർക്ക്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. എന്നാൽ ചിലർക്കെങ്കിലും മറ്റു ചില ദോഷങ്ങളുണ്ടെങ്കിൽ സാമ്പത്തികമായ അവശത അനുഭവിക്കുകയും ചെയ്യും. ഇവരിലേക്ക് പണം വന്നെത്തും, എന്നാൽ അത് അവർക്ക് ചെലവഴിക്കാൻ സാധിക്കപ്പെടണമെന്നില്ല, മറ്റാർക്കെങ്കിലുമൊക്കെ വേണ്ടി ഉപയോഗിക്കേണ്ടി വരും. ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ ഇവരിപ്പോൾ നേരിടുന്നുണ്ട്. 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രനും ബുധനും എന്നാൽ ഇവരെ സഹായിക്കും. കാരണം സാമ്പത്തികമായി അവർക്ക് സഹായിച്ചില്ലെങ്കിലും മറ്റു തരത്തിൽ, ദ്രവ്യപരമായ മറ്റു തരത്തിൽ വീട് തന്നോ, വീട്ടിൽ താമസിക്കാൻ അനുവദിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം ഏറ്റെടുത്തുകൊണ്ടോ, അല്ലെങ്കിൽ പൊതുവിൽ ഇവർക്ക് സമൂഹത്തിൽ ഇടപെടേണ്ട കാര്യങ്ങളിൽ ചില സൗജന്യങ്ങൾ സമ്മാനിച്ചുകൊണ്ടോ ഒക്കെ വരും. അതൊക്കെ ഈ നക്ഷത്രത്തിൽപ്പെട്ട തീരെ അവശർക്ക് വളരെ ഗുണകരമായ അവസ്ഥ ഉണ്ടാക്കി കൊടുക്കും. അതുകൊണ്ട് വ്യാഴം മോശസ്ഥലത്ത് നിൽക്കുകയാണെങ്കിലും മറ്റ് ഗ്രഹങ്ങൾ അനുഗ്രഹമായി വരുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം 2023-ൽ തുടങ്ങിയ ഏഴരശനിയുടെ തുടക്കം സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 മാസം കൂടെ കഴിയുമ്പോൾ അത് ജന്മശനിയാവും. പിന്നെ ആ 2.5 വർഷത്തോളം ജന്മശനിയുണ്ട്. ഒരാഴ്ചയുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ജന്മശനി എന്തിനു പറയുന്നു എന്ന് തോന്നും. ചെറിയ ചില പരിക്കുകൾ മതി ചിലപ്പോൾ വലിയ ചില വീഴ്ചകൾക്ക് കാരണം. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി സാമ്പത്തികമായ കാര്യങ്ങളിലും സമൂഹത്തോട് ഇടപെടുന്ന കാര്യങ്ങളിലും ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന കാര്യങ്ങളിലും രോഗം വരാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ശരീരത്തെ കൊണ്ടുപോകുന്ന കാര്യങ്ങളിലും ജോലി സംബന്ധമായ കാര്യങ്ങളിലും ജാഗ്രത വേണം എന്ന് പ്രത്യേകമായി മീനം രാശിക്കാരെ ഓർമ്മിപ്പിക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 23, 24, 25, 28, 29 ദിവസങ്ങൾ താരതമ്യേന ഗുണകരമാണ്. ഓം ശനൈശ്ചരായ നമ എന്ന് ജപിക്കുക. കറുത്ത വസ്ത്രം ധരിക്കുക. ശനിയാഴ്ച ദിവസം സാധിക്കുമെങ്കിൽ വ്രതശുദ്ധി പാലിക്കുക. കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവുനായ്ക്കളെ അനുഗ്രഹിക്കുക. യാചകർക്ക് ഒക്കെ ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുക. തങ്ങളോട് ആര് എന്ത് യാചിച്ചു വന്നാലും അവരെ ഒരിക്കലും അപമാനിച്ചോ പരിഹസിച്ചോ വിടാതിരിക്കാൻ ശ്രമിക്കുക. സഹായിക്കാൻ ശ്രമിക്കുക. പിന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താവിനോ ശനീശ്വരനോ നീരാഞ്ജനം അർപ്പിക്കുക. അടുത്തത് വ്യാഴദോഷത്തിനാണ്. ഓം നമോ നാരായണായ ജപിക്കുക. മഞ്ഞപ്പട്ട് സമർപ്പിക്കുക വിഷ്ണുദേവന്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണുസ്വാമി ക്ഷേത്ര ദർശനം സൂര്യോദയം തൊട്ട് 1 മണിക്കൂറിനകം നടത്തുക. മഞ്ഞ വസ്ത്രം ധരിക്കാൻ ശ്രമിക്കുക. സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. മഞ്ഞപ്പുഷ്യരാഗം ധരിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ വളരെ ഗുണകരമായിട്ട് വരും. ഓം നമോ നാരായണായ ജപിക്കുക. ഓം നാഗായ നമ എന്ന് ജപിക്കുക. നാഗദോഷത്തിന് നാഗങ്ങൾക്ക് 100 പാലും നൽകുക. ഒരു ഇഴജന്തുവിനെയും ഉപദ്രവിക്കാതെ നോക്കുക പരമാവധി. അവരെ ആ പരിസരത്തിലേക്ക് വരാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. വന്നതിന് ശേഷം കൊല്ലാൻ ശ്രമിക്കുന്നതിലല്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ശരീരത്തിൽ പ്രത്യേകമായ അലർജി രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാനും ചൈതന്യത്തോടു കൂടി ജീവിക്കാനും സന്തതികൾക്ക് വളരെ ആയുരാരോഗ്യം, പ്രശസ്തി, നല്ല ജോലി, സമ്പത്ത്, ആരോഗ്യമൊക്കെ കിട്ടാനും നാഗങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക. അവരുടെ അനുഗ്രഹം നേടുക. അതുപോലെ കേതുദോഷത്തിന് ഗണപതിയെ സ്തുതിക്കുക. ഓം ഗം ഗണപതയെ നമ എന്നോ ഓം ശ്രീ മഹാഗണപതയോ നമ എന്ന് ജപിക്കുക. ഗണപതിക്ക് കർഗമാല അർപ്പിക്കുക. അതുപോലെ തന്നെ തേങ്ങ ഉടയ്ക്കുക. ഈ ആരാണോ അവശത അനുഭവിക്കുന്നവർ ആ നക്ഷത്രക്കാരുടെ പേരിൽ ഗണപതി ഹോമമോ അർച്ചനയോ നടത്തുക. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത ആഴ്ച. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.